കാണാനായിട്ട് പോകുന്നത് നാലമ്പല വിശേഷങ്ങളാണ്. നിങ്ങൾക്കും ഇതിന്റെ അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണം. ദശരഥ മഹാരാജാവിന്റെ 4 പുത്രന്മാരുടെ പേരുകളിലാണ് നാലമ്പലം അറിയപ്പെടുന്നത്. അതിൽ ശ്രീരാമനുള്ളത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും, ലക്ഷ്മണനുള്ളത് മൂഴിക്കുളം ക്ഷേത്രത്തിലും, ഭരതനുള്ളത് ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലും, ശത്രുഘ്നനുള്ളത് പായമൽ ക്ഷേത്രത്തിലുമാണ്. ഇതിൽ 3 ക്ഷേത്രങ്ങളുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. ഒരെണ്ണം മാത്രമാണ് എറണാകുളം ജില്ലയിലുള്ളത്. ഇവിടെ ഉപദേവതകളായിട്ട് വരുന്നത് ഗണപതി, ദക്ഷിണാമൂർത്തി, അയ്യപ്പൻ, ശ്രീകൃഷ്ണൻ, ഹനുമാൻ, ചാത്തൻ എന്നിവരാണ്. ഈ ഒരു അമ്പലം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഉള്ളത്. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് മീനൂട്ട് എന്ന് പറയുന്നത്. ചേട്ടാ, പിന്നെ വേറെ ഏതൊക്കെയാ ഇവിടുത്തെ വഴിപാടുകൾ? വെടി വഴിപാടുണ്ട്, പിന്നെ നെയ്വിളക്ക്, എള്ളുകിഴി, പിന്നെന്തോ സുന്ദരകാന്ഡം, അങ്ങനെ എന്തോ സുന്ദരകാന്ഡുണ്ട്. ശ്രീരാമൻ അമ്പും വില്ലും എടുത്ത് വെക്കുക. ഓക്കെ, സുന്ദരകാന്ഡം, അമ്പും വില്ലും എടുത്തു വെക്കുക, അങ്ങനെ കുറേ അധികം വഴിപാടുകളാണ് നമ്മുടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലുള്ളത്. അപ്പൊ നമുക്ക് മീനൂട്ട് നടത്താം. ആറടിയോളം നീളം വരുന്ന ചതുർബാഹു വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. കിഴക്കോട്ടാണ് ദർശനം വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ കൊടിയേറി ഉത്സവങ്ങളൊന്നും നടക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൊടിമരവും ഇവിടെ ഇല്ല. കേരളത്തിലെ ഏറ്റവും വലിയ ബലിക്കല്ലുകളുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം. നാലമ്പലങ്ങളിൽ ഒന്നായ ഇരിങ്ങാലക്കുടയിലെ ശ്രീ കൂടൽമാണിക്യം ഭരതക്ഷേത്രമാണ് ഇത്. ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ശ്രീരാമന്റെ അനുജനായ ഭരതനാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ കിഴക്കോട്ടാണ് ദർശനം. 6 അടിയോളം നീളം വരുന്ന ചതുർബാഹു വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. മേടമാസത്തിൽ കൊടിയേറി 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ തുലാമാസത്തിലെ തിരുവോണ നാളിൽ നടത്തുന്ന തൃപ്പുത്തിരിയും അവിട്ടം നാളിലെ മുക്കുടിയും പ്രധാന ആണ്ടുവിശേഷങ്ങളിൽ ഒന്നാണ്. ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളില്ല. ദുർഗ, ഭദ്രകാളി, ഹനുമാൻ എന്നിവരുടെ സാന്നിധ്യം ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്.
ഇവിടുത്തെ പ്രധാന വഴിപാട് താമരമാല, മീനൂട്ട്, വഴുതനങ്ങ നിവേദ്യം എന്നിവയൊക്കെയാണ്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ സർക്കാരിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള പ്രത്യേക ദേവസ്വമാണ് ക്ഷേത്രഭരണം നടത്തിപ്പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നാലമ്പലങ്ങളിൽ ഒന്നായിട്ടുള്ള മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലാണ് ഉള്ളത്. ഈ ഒരു ക്ഷേത്രം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലല്ല കേട്ടോ, ഇത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. ഇത് പാറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ ചാലക്കുടി പുഴയുടെ കരയിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. ഇനി KSRTC വഴി നാലമ്പല ദർശനം പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ KSRTCയുടെ കോൺടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേഗം പോയി കോൺടാക്ട് ചെയ്തോളൂ. ആറടി നീളമുള്ള ചതുർബാഹു വിഗ്രഹം, അതും കിഴക്കോട്ട് ദർശനമുള്ള ലക്ഷ്മണനാണ് ഇവിടെ പ്രതിഷ്ഠ. പിന്നെ മേടമാസത്തില് തിരുവോണ നാളിൽ ആറാട്ട് വരുന്ന 10 ദിവസത്തെ ഉത്സവം ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് കദളിപ്പഴവും പാൽപ്പായസമാണ്. നാലമ്പലങ്ങളിലെ ഏറ്റവും ചെറിയ അമ്പലമാണിത്. നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ ക്ഷേത്രം നടത്തിപ്പോരുന്നത്. ഗണപതിയും ഹനുമാനുമാണ് ഇവിടുത്തെ ഉപദേവതകൾ. ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷം പൂയം കൊടിയേറി 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. നാലമ്പല ദർശനത്തിൽ ഏറ്റവും അവസാനം ദർശനം നടത്തുന്ന ക്ഷേത്രമാണ് പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശാന്ത സ്വഭാവക്കാരനായിട്ടുള്ള ശത്രുഘ്നസ്വാമിയാണ് ഉള്ളത്. ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലക്കുട മതിലകം റൂട്ടിൽ അരിപ്പാലത്ത് നിന്നും 1 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രതിഷ്ഠയെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ള അമ്പലങ്ങളെ അപേക്ഷിച്ച് മറ്റുള്ള പ്രതിഷ്ഠകളെക്കാളും ഉയരത്തിൽ കുറച്ച് കുറവുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് സുദർശന പുഷ്പാഞ്ജലിയാണ്. ഈ കർക്കിടക മാസത്തില് നാലമ്പല തീർത്ഥാടനത്തിൽ ഈ 4 അമ്പലങ്ങളും ഒരു ദിവസം തന്നെ പോയി സന്ദർശിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യം ചെയ്ത കാര്യമാണ്. അപ്പൊ ആരും ഈ ഒരു നാലമ്പല തീർത്ഥാടനം മിസ്സാക്കണ്ട. ബൈ ഫ്രം തൃശ്ശൂർ ഗഡീസ്.